എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും റേഷൻ കാർഡ് ഉടമകൾക്ക് 3000 രൂപ വീതം പൊങ്കൽ സമ്മാനം ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. തമിഴ്നാട്ടിൽ 3000 രൂപ പൊങ്കൽ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ള 2.22 കോടി കുടുംബങ്ങൾക്കും ശ്രീലങ്കൻ തമിഴ് പുനരധിവാസ ക്യാമ്പുകളിലെ താമസക്കാർക്കും 3000 രൂപ ലഭിക്കുന്നതാണ്. പൊങ്കലിന് പണം സമ്മാനമായിട്ട് നൽകുന്നതിലൂടെ സർക്കാരിനുള്ള മൊത്തം ചിലവെന്ന് പറയുന്നത് 6936.17 കോടി രൂപയാണ്. പൊങ്കൽ സ്പെഷ്യൽ പാക്കേജിൽ 1 കിലോ അരി, 1 കിലോ പഞ്ചസാര, 1 കരിമ്പ് എന്നിവയാണ് ഉണ്ടായിരിക്കുന്നത്. പൊങ്കലാഘോഷത്തിനായിട്ട് വിതരണം ചെയ്യുന്ന സൗജന്യ ധോത്തിയും സാരിയും എല്ലാം തന്നെ ജില്ലകളിലേക്കും അയച്ചിട്ടുണ്ട് എന്നും ന്യായവില കടകളിലൂടെ ഉത്സവത്തിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുന്നത് ഉറപ്പാക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും സ്റ്റാലിൻ അറിയിച്ചിരിക്കുകയാണ്. ഡിസംബർ 8-ന് മുഖ്യമന്ത്രി പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ജനുവരി 14-നകം വിതരണം പൂർത്തീകരിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന അണ്ണാ DMK സർക്കാർ 2500 രൂപ പൊങ്കൽ സമ്മാനം നൽകിയിരുന്നു. സ്റ്റാലിനിന്റെ നേതൃത്വത്തിൽ DMK സർക്കാരുകൾ അധികാരത്തിലെത്തി ആദ്യ 3 വർഷങ്ങളിൽ 1000 രൂപ വീതം നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം സാമ്പത്തിക ഞെരുക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊങ്കൽ കിറ്റുകൾ മാത്രമാണ് നൽകിയിരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സർക്കാരിന്റെ വമ്പൻ പൊങ്കൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.